ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2ന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആര്യന് ഒരു ആഗ്രഹം, സ്വന്തമായിട്ട് ട്രാവലേഴ്സ് തുടങ്ങണമെന്ന്. അതിന്റെ കാര്യം മിത്രയെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റില്ല, നമ്മളെപ്പോലുള്ളവർക്ക് അതിനെ ഒരുപാട് പണം വേണം എന്ന് പറയണം. മിത്ര ചോദിക്കേണ്ടത് ഏകദേശം എത്ര രൂപയാകും ആര്യ എന്ന് ചോദിക്കുമ്പോൾ അതൊരു കുറഞ്ഞത് 10 ലക്ഷം രൂപ കൂടി 10 ലക്ഷം രൂപയെങ്കിലും വേണം എന്ന് പറയണം. മിത്ര പറയുന്നുണ്ട്, നമുക്ക് ബാങ്കിലെ ലോണിന് വേണ്ടി അപേക്ഷിച്ച 10 ലക്ഷം രൂപ സുഖമായിട്ട് കിട്ടില്ലേ. ലോണിന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും രൂപ കിട്ടുമ്പോഴേക്കും ജാമ്യം നിൽക്കണം, അങ്ങനെ പല കാര്യങ്ങളും അത് നടക്കട്ടോ. അത് ചെറിയൊരു ട്രാവൽസ് തുടങ്ങാണ് 10 ലക്ഷം രൂപ വേണ്ടത്. അതുകൊണ്ടൊന്നും കാര്യമില്ല, അത് വിട്ട് കളഞ്ഞേക്ക്. ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് നല്ല ശ്രദ്ധിക്കേണ്ടത്. നാളെ ട്രെയിനിങ് ഉണ്ട്, അത് മാത്രമല്ല നാളത്തെ കാര്യങ്ങൾ താൻ ശ്രദ്ധിക്കണം. അല്ലാതെ എനിക്കെങ്ങനെ ട്രാവലേഴ്സ് തുടങ്ങാം, ഞാനെങ്ങനെ പണക്കാരനാവും, ഞാനെങ്ങനെ മുതലാളിയാവും, അതിനെക്കുറിച്ചൊന്നും ഇത്ര ഇപ്പൊ ആലോചിക്കണം. കിടന്നുറങ്ങ്, നാളെ 5 മണിക്ക് എഴുന്നേക്കേണ്ടതാ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ആര്യൻ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ മിത്രക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആര്യന് എങ്ങനെയെങ്കിലൊക്കെ ഒരു പുതിയ ട്രാവലേഴ്സ് തുടങ്ങാൻ പറ്റിയെങ്കിൽ അത് നല്ലൊരു കാര്യമായിരുന്നു എന്ന രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിത്ര കേട്ടോ. അതിനുശേഷം പിന്നെ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും തീരേണ്ടത്. അപ്പൊ ഞാനീ പറയാൻ പോണ തമിഴിലൊരു ഭാഗമാണ്. അത് നമുക്ക് മലയാളത്തിൽ ഉടനെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേവിയുടെ മനസ്സ് ഒന്ന് മാറാനും പഴയ പോലെ ഒരു പഴയ ദേവിയായിട്ട് കിട്ടാനായിട്ടും എല്ലാരും കൂടി നിർബന്ധിച്ച് ദേവിനെ ഗോമതി സ്റ്റോഴ്സിൽ കൊണ്ടുവന്നിരുത്താട്ടോ. ദേവി അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവി പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ഒരു റിക്കവറായി പുതിയ ദേവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഉദയഭാനു കയറി വരണം. ആ മോളെ, നിനക്ക് ഗോമതി സ്റ്റോഴ്സ് ചെയ്ത് തന്നോ ബാലൻ? അല്ല, നിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാനും നിന്റെ ആ ഒരു പഴയ ഒരു സ്വഭാവത്തിലേക്ക് നീ തിരിച്ചു വരാനും നിന്റെ മനസ്സ് നോക്കിയാവാൻ വേണ്ടിട്ട് ബാലൻ ഇവിടെ കൊണ്ടിരുത്തിയതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ മോളെ, ഇത് നീ സന്ദർഭമാക്കി എടുക്കണം. നീ എങ്ങനെയെങ്കിലൊക്കെ ഗോമതി സ്റ്റോഴ്സ് നിന്റെ പേരിൽ എഴുതിയെടുക്കണം. ഇപ്പൊ ഇവിടെ നീ ഇരിക്കുന്നു, ബാലന്റെ സീറ്റിൽ ഇപ്പൊ നീയാണ് ഇരിക്കുന്നത്. ബാലൻ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചക്കറിയിൽ ഓടും കൊണ്ട് നടക്കുകയല്ലേ. മോളെ, ഇതൊരവസരമായിട്ട് നീ എടുക്കണം. അച്ഛാ മതി, മിണ്ടാതേക്ക്. ഇനി ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സ്വന്തം അച്ഛനാണെന്ന് പോലും ഞാൻ നോക്കില്ല, മോകടിച്ചൊരെണ്ണം തരും എന്ന് പറയണ. ആഹാ, അത് കൊള്ളാലോ, നല്ലൊരു കാര്യം പറഞ്ഞപ്പോ നിനക്കത് പിടിക്കുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ. മോളെ, ആ ബാലിന്റെ പെട്ടിനെ ഒരു 1000 രൂപ എടുത്തന്നേ. 1000 രൂപയോ? അച്ഛാ, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല. ഇവിടെ ഓരോരോ കണക്കും ഓരോരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ലോഡ് എടുക്കണതാണ്. അപ്പൊ എത്ര സംഭവങ്ങൾ പോയി, എത്ര ഇനി തിരിച്ച് ലോഡ് എടുക്കണം, എത്ര രൂപയായി, അതൊക്കെ കറക്റ്റ് ആയിട്ട് കണക്ക് ബുക്കിൽ എഴുതി വെച്ചിട്ട് മാത്രമേ പണം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 10 രൂപ കൂടെ എടുത്ത് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, ഒരു 1000 രൂപയല്ലേ, അത് നീ എന്തെങ്കിലും മേടിച്ച് കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. അച്ഛാ, വെറുതെ വേഷ്യങ്ങൾ എടുക്കല്ലേ. ഇവിടെ നിന്ന് ഇപ്പൊ 1000 2000 പോയാൽ ചിലപ്പോൾ ബാലച്ചൻ എന്നോട് ചോദിക്കില്ല, എനിക്ക് വിഷമമാകുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഞാൻ കള്ളത്തരം കാണിക്കില്ല അച്ഛാ. ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു, അതിന്റെ ശിക്ഷയായിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടമായി. ഇനി എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ഇനി ഒന്നും എനിക്ക് സഹിക്കാനോ കേൾക്കാനോ ഒന്നിനും സാധിക്കില്ല. നിങ്ങളുടെ കള്ളക്കൂട്ടങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലൊക്കെ നന്മയുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അച്ഛൻ നിങ്ങളത് പറയല്ലേ. എന്തെങ്കിലൊക്കെ ആവട്ടെ, തരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ കുറച്ചു ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉദയഭാനു അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വരെയാണ്. മോളെ, പഞ്ചസാര വേണമെന്ന് പറയുമ്പോ ദേവി അവിടെ നോക്കുമ്പോഴേക്കും അവിടെ വേറെ ആരുമില്ല. നമ്മുടെ മാമനാണെങ്കിൽ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്, ആകാശമില്ല. ദേവി പഞ്ചസാര എടുക്കാൻ വേണ്ടി കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ഉദയഭാനു ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഷെൽഫ് തുറക്കാണ്. അപ്പൊ ദേവി ഒന്നും അറിയുന്നില്ല. 1000 രൂപയല്ല, അവിടെ 1000 2000 3000 എത്ര രൂപയുണ്ട് അതൊക്കെ തൂത്ത് തുടച്ചിങ്ങനെ എടുക്കാട്ടോ. ആ സമയത്താണ് അവിടേക്ക് ആനന്ദ് വന്ന് ഈ കാഴ്ചയൊക്കെ കാണുന്നത്. ആനന്ദ് നോക്കുമ്പോഴേക്കും ഉദയഭാനു ആ പൈസ എടുത്ത് അങ്ങോട്ട് പോകുവാണ്. അത് കാണുമ്പോഴേക്കും ആനന്ദ് ദേഷ്യത്തിൽ ദേവി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആനന്ദേട്ട എന്ന് പറയുമ്പോഴേക്കും നീ സാധനം വേഗം കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും ആ ചേട്ടനെ പഞ്ചസാര എടുത്തു കൊടുക്കണം. എന്താ ആനന്ദേട്ട, എന്താ ഇത്ര ദേഷ്യം? നിന്റെ അച്ഛനോട് ഇരിപ്പുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. എന്നാലേ ആ പെട്ടി നീ തുറന്നു നോക്കിക്കേ, അതിൽ പൈസ ഉണ്ടോന്ന്. എന്താ ആനന്ദേട്ട, പോയി തുറന്നു നോക്കടി എന്ന് പറയുമ്പോഴേക്കും തുറന്നു നോക്കുമ്പോൾ അതിന് പൈസ, അതായത് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കച്ചവടത്തിന്റെ പൈസ ഒന്നും ഇല്ല കേട്ടോ. അയ്യോ, ഈ പൈസ എവിടെ പോയി? നിന്റെ അച്ഛനും പോയി, പൈസയും പോയി. ഇനി നിനക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരണോ? നീ മനഃപൂർവ്വം നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ട് ഇരുത്തി തരടി. ഇവിടുത്തെ ഗോമതി സ്റ്റോഴ്സിലെ പൈസ ഫുള്ളും അടിച്ചു മാറ്റാൻ. അയ്യോ ആനന്ദേട്ടാ, ഒരിക്കലുമല്ല. എടി കള്ളക്കൂട്ടമേ, നാളെ മുതൽ ഈ ഗോമതി സ്റ്റോഴ്സ് നിന്നെ കണ്ടുകഴിഞ്ഞ നിന്റെ മുട്ടുകാലിൽ ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞത് കേട്ടല്ലോ ആനന്ദേട്ട. എനിക്ക് ഈ ഗോമതി സ്റ്റോഴ്സിൽ ഇരിക്കണമെന്ന് ഒരു താല്പര്യമില്ല. ബാലച്ചനും അമ്മയൊക്കെ പറഞ്ഞ, മീനാക്ഷിയും മിത്രയൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അവരൊക്കെ നിന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. അവർക്കറിയില്ല നിന്റെ യഥാർത്ഥ സ്വഭാവം. അവരെങ്ങാനും നിന്റെ യഥാർത്ഥ സ്വഭാവം, നിന്റെ കുടുംബക്കാരുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞാൽ നിന്നെ ആദ്യം തല്ലി ഓടിക്കാൻ പോണത് ഈ പറഞ്ഞ മിത്രയും മീനാക്ഷിയും അമ്മയും അച്ഛനൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇപ്പൊ എടുത്തു. ഇനി മേലെ നിന്റെ അച്ഛനോ നീ പടി ചവിട്ടാൻ പാടില്ല. ഇത് പുണ്യമായിട്ട് കരുതുന്ന ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ ജീവന്റെ തുടിപ്പാണ് ഗോമതി സ്റ്റോഴ്സ്. അതുകൊണ്ട് നീ ഇനി ഇവിടെ കേറരുത് എന്ന് പറഞ്ഞ ദേവിനെ അവിടെ നാട്ടി ഓടിക്കാണ് ആനന്ദ് കേട്ടോ.
ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനന്ദിനെ തന്നെയാണ് കേട്ടോ. ആനന്ദ് ആകെ മനസ്സുമടുത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോഴാണ് ആനന്ദ് ആ ഒരു കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, ഈ സീരിയൽ തുടങ്ങുന്ന സമയത്ത് ആനന്ദിന് ഒരു ലവ് ഉണ്ടായിരുന്നു, ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ല. അതെ, ആ പെണ്ണിനെ വീണ്ടും ആനന്ദ് അമ്പലത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടുവാട്ടോ. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴേക്കും ആനന്ദ് ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ആ പെണ്ണിനെ നോക്കുന്നുണ്ട്. ആ പെണ്ണ് ആനന്ദിനെ നോക്കുന്നുണ്ട്. ആനന്ദ് ചോദിക്കുന്നുണ്ട്, ആ അഞ്ജിതയല്ലേ എന്ന് ചോദിക്കാണ്. അതെ, ആനന്ദ് അല്ലേ? ആ അതെ. എന്താ ഇവിടെ ചോദിക്കുമ്പോ അമ്പലത്തിൽ എന്ത് വന്നതാ? വെറുതെ തൊഴാനായിട്ട്. അല്ല, അഞ്ജിത ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഞാനിപ്പോ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. കുടുംബമൊക്കെ അതൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ആനന്ദേ. അല്ല, ആനന്ദിന് സുഖമല്ലേ? അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയാണ്. പിന്നീട് അവരും ദിവസം അമ്പലത്തിൽ വെച്ച് കാണാണ്. പതുക്കെ പതുക്കെ ആ പഴയ ബന്ധം തുടർന്ന് വരുവാട്ടോ അവരും. അങ്ങനെ അമ്പലത്തിൽ ഒരു ദിവസം ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വേറൊരു ക്ലാസ്മേറ്റ് ഇവരെ കാണാണ്. ഹലോ ആനന്ദേ, അറിയോടാ എന്ന് ചോദിച്ചിട്ട് ആ കൂട്ടുകാരൻ അടുത്തേക്ക് വന്നിട്ട്, പിന്നെ അറിയാതിരിക്കോ അഞ്ജിതേ, നിനക്ക് ഇവനെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി, നമ്മുടെ കൂടെ ഡിഗ്രിക്കൊക്കെ ഉണ്ടായവനല്ലേ. എന്താടാ വിപിനെ, നീ ഇപ്പൊ ഇവിടെ? ഞാന് വെറുതെ വന്നതാണ്, ഭാര്യയായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വന്നപ്പോ ഇവിടെ നല്ലൊരു അമ്പലം ഉണ്ടെന്ന് കേട്ടു. അപ്പൊ അവൾക്കൊരു നിർബന്ധം അമ്പലത്തിൽ വന്ന് തൊഴണമെന്ന്. എന്തായാലും സന്തോഷമായടാ. നീയും ഇവളും എത്രമാത്രം സ്നേഹിച്ച് നടന്നാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. നിങ്ങൾ തമ്മിൽ ഒന്നായല്ലോ. നിന്റെ അച്ഛൻ അവസാനം സമ്മതിച്ചു അല്ലേ? നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്റെ വൈഫിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളുടെ കാര്യം. നിങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമായിരുന്നല്ലോ, പ്യുവർ ലവ്. സാറുമാർക്കും മിസ്സുമാർക്കും ഒരു അത്ഭുതമായിരുന്നു. ബാക്കി എല്ലാവരുടെ ലവും അവര് സാറുമാരും മിസ്സുമാരും വഴക്ക് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുമ്പോ നിങ്ങളുടെ പ്യുവർ ലവ് കാണുമ്പോ അവര് പോലും സപ്പോർട്ടായിരുന്നു. അവസാനം നിങ്ങൾ തമ്മിൽ ഒന്നായല്ലോ, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ അവിടുന്ന് പോവാണ്. ആനന്ദ് അഞ്ജിത അടുത്ത് പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മള് കല്യാണം കഴിച്ചെന്ന് അവന്റെ വിചാരം. അതെ, കോളേജിൽ അങ്ങനെയായിരുന്നല്ലോ, എല്ലാവരും വിശ്വസിച്ചു നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുന്നു. ചില ആളുകളൊക്കെ ഞാൻ കാണുമ്പോ ചോദിക്കാറുണ്ട് ആനന്ദേട്ടൻ എവിടെയെന്ന്. ഞാൻ പിന്നെ ഒന്നും പറയാറില്ല. അല്ല, പറഞ്ഞ പോലെ അഞ്ജിതയുടെ ഫാമിലി, ഭർത്താവ്, കുട്ടികൾ എന്നൊക്കെ ചോദിക്കുമ്പോ കുട്ടികളൊന്നും ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമല്ലേ ആയിട്ടുണ്ടായുള്ളൂ. കുട്ടികൾക്കൊന്നുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി അഞ്ജിതെ, എന്താ കാര്യം? അത് അയാൾക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് പറയാണ്. നീ എന്തൊക്കെയാ പറയണത്? ഗൾഫിലായിരുന്നല്ലോ ജോലി, ഗൾഫിലുള്ള ആളെ കെട്ടിച്ചു കൊടുത്തതാണ്. ഗൾഫില് അയാൾക്ക് വേറെ കുട്ടി ഫാമിലി ഒക്കെ ഉണ്ട്. അത് ഈ ഇടയ്ക്കാ മനസ്സിലായത്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു, ഡിവോഴ്സും കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. പിന്നെ നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തണ്ടേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേർപെട്ടിട്ടില്ലെന്ന്, ഭർത്താവ് ഇപ്പോഴും ഗൾഫിലാണെന്ന് നാട്ടുകാരുടെയൊക്കെ വിചാരം. അതിനു വേണ്ട നെറ്റിലെ സിന്ദൂരം, കഴുത്തിലെ താലി ചാർത്ത് നടക്കണത്, അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും ഒരു കുറവാവില്ലേ, അവർക്ക് വേദനയാവില്ലേ, അതിനു വേണ്ട ഈ അണിഞ്ഞൊരുങ്ങി നടക്കണത്. അല്ലാതെ എന്റെ മനസ്സ് ഇപ്പോ ആകെ മരവിച്ച മടുപ്പ എന്നൊക്കെ പറയാണ്. അപ്പൊ ആനന്ദിന് അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ആനന്ദിനോട് ചോദിക്കണ്ട, എന്ത് ചെയ്യുന്നു, ഭാര്യയ്ക്ക് എന്ത് ചെയ്യണു, വീട്ടിലെല്ലാരും സുഖമല്ലേ? ഭാര്യനെ ഞാനൊരു ദിവസം ഫോട്ടോയിൽ കണ്ടിരുന്നു, സുന്ദരിയാണ്, മിടുക്കിയാണ്, എന്ത് ചെയ്യുന്നു ആള് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ആനന്ദിന്റെ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ പതുക്കെ പതുക്കെ അവര് ഭയങ്കര പഴയ പോലെ ഒരു കൂട്ടാകുക കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം തമിഴിലുണ്ട്, മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.